തട്ടുകടയിൽ നിന്നും ചിക്കൻ ഫ്രൈ കഴിച്ചിട്ടുള്ളവർക്കറിയാം നല്ല രുചിയാണ് അതിന്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തട്ടുകട സ്റ്റൈലിലുള്ള ഒരു നാടൻ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ബോണോട് കൂടിയിട്ട് എടുത്ത ചിക്കനാണ്. നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണവും 8 അല്ലി വെളുത്തുള്ളിയാണ്. ചെറിയ വെളുത്തുള്ളി 8 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ഉണക്കമുളക് ചേർക്കാം. 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരൽപ്പം കറിവേപ്പില, 1 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. പത്തലിൻ്റെ പൊടിയോ പുട്ടുപൊടിയോ ഏത് വേണമെങ്കിലും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ച പേസ്റ്റ് മുഴുവനും ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മസാലയും വെളിച്ചെണ്ണയും കൂടി ചിക്കനിലേക്ക് നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കാം. മസാലയും ചിക്കനും വെളിച്ചെണ്ണയും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഇതുപോലെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. കുറഞ്ഞത് 1 മണിക്കൂർ എന്തായാലും വെക്കണം. 2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഉപ്പും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഒരുപാട് എണ്ണം ഒരുമിച്ച് ഇടണ്ട. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ എപ്പോഴും ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഷാലോ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴായിരിക്കും ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ചിക്കൻ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ടാവും. നമുക്കിതിന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ മറ്റേ വശവും കൂടി ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ്റെ രണ്ടാമത്തെ വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതുപോലെ ഇളക്കി കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് വരെ സമയം ഇതുപോലെ ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്യാം. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ചിക്കൻ ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി മുഴുവൻ ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരൽപ്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചിക്കനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഇതുപോലെ പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ചെയ്തിട്ട്
മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്, കാണാനും നല്ല ഭംഗിയായിരിക്കും. മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്താൽ മതി. ഇതിവിടെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും പച്ചമുളകും കൂടി ഒരുമിച്ച് ചിക്കൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാം, സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്